അത് തന്നെയല്ല സർവീസ് ബേസ് കമ്പനി ചെയ്യുന്നത്. സർവീസ് ബേസ് കമ്പനികൾ ഈ പ്രൊഡക്റ്റ് ബേസ് കമ്പനികൾക്ക് വേണ്ടിയും വർക്ക് ചെയ്യാറുണ്ട്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് ഒരു വിൻഡോസ് നിർമ്മിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് മൈക്രോസോഫ്റ്റിന് ചെറിയ ചെറിയ ടാസ്കുകൾ, അതായത് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് ഡിസൈൻ ഒന്നും വേണ്ടാത്ത ചെറിയ ചെറിയ ടാസ്കുകൾ കാണും. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും കുറച്ച് ഡോക്യുമെൻറ്റേഷൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ടെസ്റ്റിംഗ് വർക്കുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ പ്രൊഡക്റ്റ് ബേസ് കമ്പനി എന്ത് ചെയ്യും, സർവീസ് ബേസ് കമ്പനികൾക്ക് ഓഫ്ലോഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ എക്സാമ്പിൾ മൈക്രോസോഫ്റ്റിൻ്റെ കാര്യം തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതെടുക്കാമെങ്കിൽ മൈക്രോസോഫ്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന നമ്മുടെ ഏതെങ്കിലും സർവീസ് ബേസ് കമ്പനി, അതായത് ഇൻഫോസിസ്, വിപ്രോ പോലെയുള്ള ചില കമ്പനികൾ കുറച്ച് പോർഷനിലൊക്കെ മൈക്രോസോഫ്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടാവും. അത് സെയിം നമ്മൾ പറഞ്ഞു വന്ന സർവീസ് നോഷനിൽ നോക്കുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റിന് വേണ്ടി ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ഇൻഫോസിസ് ഓർ വിപ്രോ ഈ കാര്യത്തിൽ, ഈ സാഹചര്യത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി അതാണ് സർവീസ് ബേസ് കമ്പനി, പ്രൊഡക്റ്റ് ബേസ് കമ്പനി. നമ്മൾ ഫർദറായി പോകുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ IT ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു പ്രൊഡക്റ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഒരു ടൈപ്പ് ഡേറ്റ സെർവർ സ്റ്റോറേജ് പ്രൊഡക്ട്സുകളാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. സോ ഇപ്പം ഫസ്റ്റ് വീഡിയോ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി ടോക്ക് ആയിരുന്നു. സർവീസ് ബേസ് കമ്പനി എന്താണ്, പ്രൊഡക്റ്റ് ബേസ് കമ്പനി എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോസിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഞാൻ ഇത് പോസിബിളായി ഞാനൊരു പ്ലേലിസ്റ്റായി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. സച്ച് ദാറ്റ് ലൈക്ക് all the videos that you will get in a row. And thank you for watching. Your Blunt Guy signing off. Take care. Bye.